ഇതാണ് നമ്മുടെ ഈ ഒരു ക്യാമറയുടെ വീഡിയോ ക്വാളിറ്റി വരുന്നത്. നല്ല പക്ക ക്വാളിറ്റിയാണ്, പറയാതിരിക്കാൻ പറ്റത്തില്ല. ഇത് കണ്ടോ, ഇവിടെയൊക്കെ എഴുതിയിരിക്കുന്ന ഈ കാര്യം നിങ്ങൾ നോക്കിക്കേ, എത്ര ക്ലിയർ ആയിട്ടാണ് നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്നത് നോക്കി. കണ്ടോ, ഇവിടെ നിൽക്കുന്ന ആളുകളുടെ ഫേസ് ആണെങ്കിൽ തന്നെ നല്ല ക്ലിയർ ആണ്, പക്ക. ഇവിടെ നിങ്ങൾക്ക് ഇവൻ്റ്, പേഴ്സൺ, വെഹിക്കിൾ എന്ന് പറഞ്ഞ് 3 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഈ പേഴ്സൺ എന്ന് എഴുതിയിരിക്കുന്ന സ്ഥലത്ത് നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എല്ലാം നമുക്ക് മനുഷ്യരെ കാണാൻ സാധിക്കുന്നതാണ്. കണ്ടോ, കറക്റ്റായിട്ട് അവിടെ മനുഷ്യരുണ്ട്. കണ്ടോ, ഒരു ചെറിയ കൊച്ചെങ്കിലും ഉണ്ടാവും. അതാണ് ഈ ഒരു എയുടെ പ്രത്യേകത. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളുടെ വീട്ടിലേക്ക് അല്ലെങ്കിൽ ഓഫീസിലേക്ക് വെക്കാൻ വേണ്ടിയിട്ട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള നല്ല കിഡിലൻ ഫീച്ചേഴ്സ് ഉള്ള, അതായത് AI ഫീച്ചേഴ്സ് വർക്ക് ആകുന്ന നല്ല ക്യാമറകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായിട്ട് നിങ്ങൾ കാണാൻ വേണ്ടി നോക്കുക. 2 ക്യാമറകളാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഒന്ന് ഒരു ബുള്ളറ്റ് ക്യാമറയാണ്. ഇത് 4 മെഗാ പിക്സൽ ബുള്ളറ്റ് ക്യാമറയാണ്, IP ക്യാമറയാണ് കേട്ടോ. അതേപോലെ തന്നെ ഇത് ടററ്റ് ക്യാമറയാണ്. ഇതും 4 മെഗാ പിക്സൽ തന്നെയാണ്. അപ്പോൾ ഇത് നമുക്ക് വീടിൻ്റെ ഇൻഡോർ വയ്ക്കാം, ഇത് നമുക്ക് വീടിൻ്റെ ഔട്ട്ഡോർ വയ്ക്കാം. 2 ക്യാമറകൾക്കും സപ്പോർട്ടീവ് ആയിട്ടുള്ള, അതായത് അതിൻ്റെയൊക്കെ AI ഫീച്ചേഴ്സ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതേപോലെയുള്ളൊരു NVR നമുക്ക് പർച്ചേസ് ചെയ്യണം. അപ്പോൾ ഈ NVRും ഞാൻ അൺബോക്സ് നിങ്ങളെ കാണിച്ചു തരാം എന്താണ് ഇതിൻ്റെ പ്രത്യേകത എന്ന്. അപ്പോൾ എല്ലാവർക്കും നെക്സ സിസ്റ്റത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇതാണ് നമ്മുടെ 2 ക്യാമറകൾ വരുന്നത്. നല്ല പക്ക ക്വാളിറ്റിയാണ്. ഇത് ബുള്ളറ്റ് ക്യാമറ, അതായത് നമ്മൾ ഔട്ട്ഡോർ വയ്ക്കുന്ന ക്യാമറ ഞാനിപ്പോൾ വെളിയിൽ കൊണ്ട് വെച്ചിട്ടുണ്ട്, അതാണ് ഈ കാണുന്നത്. ഇതാണ് ടററ്റ് ക്യാമറ, ഈ ഇരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇനി നമുക്കിതിൻ്റെ ഫുള്ളായിട്ടുള്ള ഡീറ്റെയിൽസ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു ബ്രൗസറിലാണ്, അതായത് ഗൂഗിൾ ക്രോമിലാണ് ഞാനിപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്നത്. എൻ്റെ ഒരു ലാപ്ടോപ്പ് വഴി ഡയറക്റ്റ് ആയിട്ട് ഇതിനെ ഞാൻ ആക്സസ് ചെയ്തിരിക്കുവാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചില സോഫ്റ്റ്വെയർ, അതായത് ഇപ്പോൾ ഹിക്യൂഷൻ്റെ തന്നെ നമുക്കറിയാമല്ലോ, IVMS 4200 എന്നുള്ള സോഫ്റ്റ്വെയർ, അതേപോലെ പ്രാമയ്ക്ക് ഒരു സോഫ്റ്റ്വെയർ വരുന്നുണ്ട്, പ്രാമ VMS എന്ന് പറഞ്ഞിട്ടൊരു സോഫ്റ്റ്വെയർ ആണ്, ഇതാണത്. അപ്പോൾ ഇന്ന് ഞാനിപ്പോൾ അത് വെച്ചിട്ട് കാണിച്ചു തരുന്നില്ല, ഞാനിപ്പോൾ ഡയറക്റ്റ് ആയിട്ട് ബ്രൗസർ വഴിയാണ് കാണിച്ചു തരുന്നത് കേട്ടോ. ഇത് കണ്ടോ, ഇതിപ്പോൾ കണ്ടുകൊണ്ടിരിക്കണമെന്ന് പറഞ്ഞാൽ ഫുൾ HD റെസൊല്യൂഷനാണ്. ആക്ച്വലി നിങ്ങൾക്ക് അറിയാം, ഈ ഒരു ക്യാമറ എന്ന് പറഞ്ഞാൽ 4 മെഗാ പിക്സൽ ക്വാളിറ്റിയാണ്. പക്ഷേ എൻ്റെ ലാപ്ടോപ്പിൽ അത്രയും ഡിസ്പ്ലേ റെസൊല്യൂഷൻ സപ്പോർട്ട് ചെയ്യില്ല. ഇത് 1080p, അതായത് 2 മെഗാ പിക്സലാണ് ഇപ്പോൾ നിങ്ങൾ ഈ ക്യാമറ കാണുന്നത് കേട്ടോ. ആക്ച്വലി ഇത് 4 മെഗാ പിക്സലാണ്. ഈ ടററ്റ് ക്യാമറ അതേപോലെ തന്നെ 4 മെഗാ പിക്സലാണ്. പക്ഷെ നമ്മൾ കാണുന്നത് ഇവിടെ 2MB മാത്രമായിരിക്കും. കാരണം എൻ്റെ ഈ ഒരു സ്ക്രീൻ റെക്കോർഡറിന് ഉള്ളിലൂടെയാണ് നിങ്ങളിത് കാണുന്നത്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നമുക്കിനി ബാക്കിയുള്ളതിൻ്റെ ഫീച്ചേഴ്സിലേക്ക് പോകാം. അപ്പോൾ ഇവിടെ കോൺഫിഗറേഷനിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ AI ഫീച്ചേഴ്സ് എന്താണെന്നുള്ള കാര്യം നോക്കാം. ഇവിടെ ഇപ്പോൾ നമുക്ക് ബേസിക് ഇവന്റ് എന്നുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഹ്യൂമൻ വെഹിക്കിൾ ഡിറ്റക്ഷൻ നമുക്ക് വേണമെങ്കിൽ എനേബിൾ ചെയ്യാം. പിന്നെ നമ്മുടെ SMD ഇവന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്താണ് നമ്മുടെ ലൈൻ ക്രോസിങ്, ഇൻട്രൂഷൻ ഡിറ്റക്ഷൻ, റീജിയൻ എൻട്രൻസ് ഡിറ്റക്ഷൻ, റീജിയൻ എക്സിറ്റ് ഡിറ്റക്ഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരിക. ലൈൻ ക്രോസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ ഒരു ഇമാജിനറി ലൈൻ വരയ്ക്കും. അതായത് ഇപ്പോൾ ഞാനിത് എനേബിൾ ചെയ്തിട്ട് ഇവിടെ ഡ്രോ ഏരിയ എന്ന് പറഞ്ഞിട്ട് ഇവിടെ കണ്ടോ, ഇതേപോലെ ഒരു ഏരിയ ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ Aയും Bയും നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിനർത്ഥം Aയ്ക്കും Bയ്ക്കും ഇടയിൽ ഇവിടെ ഒരു 2 സ്ഥലങ്ങളില്ലേ. അപ്പോൾ ഈ ഒരു ലൈൻ, ഈ ഒരു ഇമാജിനറി ലൈൻ ക്രോസ് ചെയ്തുകൊണ്ട് Aയിൽ നിന്ന് Bയിലേക്കും Bയിൽ നിന്ന് Aയിലേക്ക് ആര് പോയെന്ന് പറഞ്ഞാലും എനിക്ക് ഹ്യൂമൻ ആണെന്നുണ്ടെങ്കിൽ നോട്ടിഫിക്കേഷൻ വരാനാണ് ഇവിടെ ഞാൻ ഹ്യൂമൻ എന്ന് ടിക്കറ്റ് അയക്കണത്. അതേസമയം എനിക്ക് വെഹിക്കിളിനും ഇതേ നോട്ടിഫിക്കേഷൻ വരണമെങ്കിൽ വെഹിക്കിൾ എന്നുള്ള ഓപ്ഷൻ ടിക്കറ്റ് ഇട്ട് ഇവിടെ സേവ് ചെയ്യുക. അതിനുശേഷം നമുക്ക് വേണമെങ്കിൽ ഇവിടെ ആമിങ് ഷെഡ്യൂൾ ചെയ്യാം, അത് എപ്പോഴാണ് നടക്കേണ്ടതെന്ന്. പിന്നെ അതേപോലെ തന്നെ ലിങ്കേജ് ആക്ഷനിൽ നമ്മൾ ആദ്യം പറഞ്ഞ പോലെയുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഇമെയിലിലേക്ക് ഒരു ഫോട്ടോ വരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് അവിടുന്ന് ഒരാളങ്ങ് നടന്നു പോകുമ്പോൾ ആ ഫോട്ടോ നിങ്ങളുടെ ഇമെയിലിലേക്ക് അറ്റാച്ച് ചെയ്തിട്ട് ഈ NVR അയച്ചു തരും. ഇത് നല്ലൊരു ഫീച്ചറാണ്. ഇനി ഇവിടെ നിങ്ങൾക്ക് രണ്ടാമത്തെ ഒരു ഓപ്ഷൻ ഞാൻ കാണിച്ചു തരാം, ഇൻട്രൂഷൻ ഡിറ്റക്ഷൻ. ഇപ്പോൾ കുറച്ച് പിള്ളേരെല്ലാം ഓടി നടക്കുന്നുണ്ട്. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്കിത് വർക്ക് ആകുന്നതും കൂടെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇത് ഞാൻ എനേബിൾ ചെയ്തിട്ടുണ്ട്, നോട്ടിഫൈ സർവൈലൻസ്. ഇനി എൻ്റെ ഫോൺ എടുത്തിട്ട് ഞാൻ ഒന്ന് നോക്കട്ടെ. അപ്പോൾ അതായത് നമ്മുടെ ഫോണിൽ മൊബൈൽ നോട്ടിഫിക്കേഷൻസിനകത്ത് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻസ് എല്ലാം തന്നെ വന്നിട്ടുണ്ട്. ഇത് കണ്ടോ, ലൈൻ ക്രോസിങ് എടുത്തു കഴിഞ്ഞാൽ ഒരാൾ അവിടെ നിന്ന് ഒരു ലൈൻ ക്രോസ് ചെയ്ത് പോകുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. പ്ലേ ബാക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിപ്പോൾ എക്സാമാണ്, എക്സാമിൻ്റെ സമയത്ത് കളിക്കാൻ പോയതിന് വൈഫ് കൊച്ചിനെ ഓടിക്കുന്നതാണ് കാണുന്നത്. ഞാൻ സ്ക്രിപ്റ്റ് എഴുതിയൊന്നും അല്ല, അങ്ങനെ തന്നെ സംഭവിച്ചേക്കണതാണ് റിയലി. നാളെ കഴിഞ്ഞ് എക്സാമാണ്. ഇവിടെ വടിയൊക്കെ എടുത്ത് ഓടുന്നുണ്ട്. ഇത് കണ്ടോ, ഇതാണ് നമ്മുടെ നോട്ടിഫിക്കേഷൻ. ഇത് കണ്ടോ, മോഷൻ ഡിറ്റക്ഷൻ നോട്ടിഫിക്കേഷൻ ആണെന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെ നമുക്കിവിടെ വന്നിട്ടുണ്ട്. ഇത് കണ്ടോ, മോഷൻ ഡിറ്റക്ഷൻ. അപ്പോൾ
ഇതുപോലെ എല്ലാ നോട്ടിഫിക്കേഷൻസും, അതായത് മനുഷ്യരെ മാത്രമാണ് ഇത് ഡിറ്റക്റ്റ് ചെയ്യുന്നത്. പക്ഷേ ഞാൻ ഒരിക്കൽ കൂടി പറയുവാണ്, 100% ആക്യുറസി എന്ന് ഞാൻ പറയുന്നില്ല, ഒരു 85% ആക്യുറസി കിട്ടും നല്ല രീതിയിൽ നിങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ. ഇനി ബാക്കിയുള്ള കാര്യങ്ങളോട് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇതുണ്ടോ, ഇപ്പോൾ ഇവിടെ നമുക്കൊരു ഇൻട്രൂഷൻ ഡിറ്റക്ഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ പല ആൾക്കാരും ചെയ്യുന്നത് അത് ഇങ്ങനെ ഒരു ചതുരപ്പെട്ടി വരച്ചു വയ്ക്കും. ഇങ്ങനെയാണ് പലരും ഇൻട്രൂഷൻ ഡിറ്റക്ഷന് വേണ്ടി ചെയ്യുന്നത്. ഈ ഒരു ഏരിയയിൽ നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. പക്ഷേ ആക്ച്വലി അങ്ങനെയല്ല അത് വരയ്ക്കേണ്ടത്. അത് വരയ്ക്കേണ്ടത് ഇങ്ങനെയാണ്. ആ ഒരു പ്രതലത്തിന് ലെവലായിട്ട് വേണം നമ്മൾ വരയ്ക്കാൻ. തോന്നണം ഇങ്ങനെ വേണം വരയ്ക്കാൻ. അപ്പോൾ ഇവിടെയാണ് നമുക്ക് എന്തെങ്കിലും അലേർട്ട് വരുമ്പോൾ നോട്ടിഫിക്കേഷൻ വരണ്ടേന്നുണ്ടെങ്കിൽ അത് ഇവിടെ മാത്രം ഇതേപോലെ വേണം വരച്ച് വെക്കാൻ. കേട്ടോ, ഇപ്പോൾ ത്രെഷോൾഡും അതുപോലെ സെൻസിറ്റിവിറ്റിയിലുമാണ് ഇതിൻ്റെ കളി കിടക്കുന്നത്. എന്നാൽ മാത്രമാണ് നമുക്കിത് കറക്റ്റായിട്ട് കോൺഫിഗറേഷൻ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. ഹ്യൂമൻ ഫേസ് കമ്പാരിസൺ വരുന്നുണ്ട്. നമുക്ക് ഫേസ് പിക്ചർ ലൈബ്രറി ക്രിയേറ്റ് ചെയ്യാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഫേസ് പിക്ചർ ലൈബ്രറിയുടെ ബേസിൽ നമുക്ക് ലിങ്കേജ് മെത്തേഡ് ക്രിയേറ്റ് ചെയ്യാം. അതായത് ഫേസ് മാച്ച് ആകുന്ന സമയത്ത് എന്ത് ചെയ്യണം, ഫേസ് മിസ്മാച്ച് ആകുമ്പോൾ എന്ത് ചെയ്യണം എന്നുള്ള കാര്യം. അതുപോലെ തന്നെ ഫേസ് പിക്ചർ ലൈബ്രറി നമുക്ക് ഇവിടെയാണ് ക്രിയേറ്റ് ചെയ്യുക. ഇവിടെ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ലൈബ്രറി കൊടുക്കാൻ സാധിക്കും. ഉദാഹരണത്തിന് ഷിനു എന്ന് പറഞ്ഞൊരു ലൈബ്രറി കൊടുത്തു കഴിഞ്ഞാൽ ആ ഷിനുവിൻ്റെ ഫോട്ടോസ് എല്ലാം അതിനകത്തേക്ക് ക്രിയേറ്റ് ചെയ്യാം. ഇവിടെ ഇപ്പോൾ ഷിനു എന്ന് വന്നിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ മൊബൈലിൽ കൂടെ വേണമെങ്കിൽ ഫോട്ടോസ് അപ്ലോഡ് ചെയ്യാം. അല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് തന്നെ നമുക്ക് ഇമ്പോർട്ട് എന്ന് പറഞ്ഞിട്ട് നമുക്ക് നമ്മുടെ ഫോണിൽ സെർച്ച് ചെയ്തുകൊണ്ട് പടങ്ങളൊക്കെ അതിനകത്തോട്ട് കയറ്റാം. അപ്പോൾ നമുക്ക് വെച്ചിരിക്കുന്ന ക്യാമറ പർട്ടിക്കുലർലി ആ ഫേസ് ഡിറ്റക്ഷൻ സപ്പോർട്ട് ചെയ്യുന്ന ക്യാമറയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മുടെ വീട്ടിൽ കുറേ ആൾക്കാരുണ്ട്. പക്ഷേ അവരുടെ എല്ലാം പടം നമ്മൾ നേരത്തെ അതിനകത്ത് കയറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ വ്യക്തികൾ വരുന്ന സമയത്ത് നമുക്ക് അലേർട്ട് ഇല്ലാതെയാക്കാം. അത് വളരെ നല്ലൊരു കാര്യമാണ്. ഞാൻ ഇക്വേഷനകത്ത് അത് കറക്റ്റായിട്ട് ചെയ്ത് നിങ്ങളെ കാണിച്ചിട്ടുമുണ്ട്. അപ്പോൾ ചില വീടുകളിലൊന്നും അത് പ്രായോഗികമായിരിക്കില്ല. കാരണം ക്യാമറ നമ്മൾ വെക്കേണ്ടത് തീർച്ചയായിട്ടും ആ വ്യക്തികൾ നടന്നു വരുന്ന അതിന് നേരെയായിരിക്കണം. ഇപ്പോൾ ഒരുപാട് ദൂരത്തേക്കൊക്കെ പോയി കഴിഞ്ഞാൽ വർക്ക് ആകാനായിട്ട് കണ്ടിട്ടില്ല. അപ്പോൾ ഏതാണ്ട് ഒരു 6 മീറ്റർ ദൂരത്തിനുള്ളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ടാരറ്റ് ക്യാമറ വരുന്നത്. നല്ല ബിൽഡ് ക്വാളിറ്റി ആണ്. ഡേയും നൈറ്റും ഈ ക്യാമറ കളറിൽ തന്നെയായിരിക്കും കേട്ടോ. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അത് മാത്രമല്ല ഇതിലൊരു സ്മാർട്ട് ഫീച്ചറും വരുന്നുണ്ട്. നമ്മുടെ സ്മാർട്ട് ഹൈബ്രിഡ് മോഡൽ ക്യാമറ കൂടിയാണ്. അതായത് ആരെങ്കിലും വരുന്ന സമയത്ത് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ നിൽക്കുന്ന ക്യാമറ വളരെ പെട്ടെന്ന് കളറിലേക്ക് സ്വിച്ച് ഓൺ ചെയ്യണമെന്നുണ്ടെങ്കിലും ഈ ഒരു ക്യാമറയെ കൊണ്ട് സാധിക്കും. ഇതിൻ്റെ ഇൻഫ്രാറെഡ് നൈറ്റ് വിഷൻ വരുന്നത് 30 മീറ്റർ ആണ്. ഇപ്പോൾ അതേപോലെ തന്നെയുള്ളൊരു ക്യാമറയാണ് നമ്മുടെ ഈ ഒരു ബുള്ളറ്റ് ക്യാമറയും. ഇതും അടിപൊളി ക്യാമറയാണ്. വളരെ വലിയ ഹെവി സൈസൊന്നുമല്ല. മെറ്റൽ ബോഡി ആണോ എന്ന് ചോദിച്ചാൽ അല്ല. ഈ ഫ്രണ്ടിലെ ഈ ഒരു ഏരിയ മാത്രമാണ് മെറ്റൽ. ബാക്കി മൊത്തമായിട്ട് വരുന്നത് ഫൈബർ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൊറോഷൻ പോലെയുള്ള കാര്യങ്ങളൊന്നും ഈ ഒരു ക്യാമറയെ അഫക്റ്റ് ചെയ്യില്ല. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു ക്യാമറ ആക്ച്വലി 4 മെഗാ പിക്സൽ ആണെങ്കിലും നമ്മുടെ ഫോണിൽ അത് കാണുമ്പോൾ, അതായത് 4 MB ആണ് നമ്മൾ വെച്ചേക്കണമെങ്കിലും 6 MB ആണെങ്കിലും 8 MB ആണെങ്കിലും ഏത് ക്യാമറയാണെങ്കിലും 1 മെഗാ പിക്സലാണ് ഫോണിൽ കാണുന്ന റെസൊല്യൂഷൻ കേട്ടോ. അല്ലാതെ നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് 4 MB ക്യാമറ വെച്ചാൽ 4 MBയിൽ തന്നെയായിരിക്കും ഫോണിൽ കാണുന്നതെന്ന്. അങ്ങനെയല്ല, 4 MBയിലല്ല നമ്മൾ കാണുന്നത്. ഏത് ക്യാമറയാണെങ്കിലും 1 MBയിലായിരിക്കും നമ്മൾ കാണുന്നത്. അതാണ് ആ ക്യാമറയുടെ ഒക്കെ സ്റ്റാൻഡേർഡ് ക്വാളിറ്റി. പക്ഷേ നമ്മുടെ ആ ഹൈ ക്വാളിറ്റി വീഡിയോ എപ്പോഴും NVRൻ്റെ ഉള്ളിലായിരിക്കും സേവ് ആവുക. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് NVRൽ നിന്ന് വീഡിയോ പെൻ ഡ്രൈവ് വഴി നമുക്ക് എടുക്കാം. അല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റായിട്ട് ഇത് ഇവിടെ ഒരു ക്ലിക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ വീഡിയോ ഇപ്പോൾ ഇവിടെ സേവ് ആയിട്ടുണ്ട്. ഇതുണ്ടോ, എൻ്റെ ഫോണിലേക്ക് അത് സേവ് ആയിട്ടുണ്ട്. ഡൗൺലോഡ് എന്നുള്ള ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ പറ്റും. നമ്മുടെ ഫോണിൽ അത് സേവ് ആയി കിടക്കുന്നത് കേട്ടോ. ഇപ്പോൾ ഞാൻ ആ ക്ലിക്ക് ചെയ്ത വീഡിയോ ആണ് ഈ കാണുന്നത്. നമുക്ക് അതിനകത്ത് ഓഡിയോ അടക്കം വരുന്നുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഓഡിയോയും ഉണ്ട്. ഈ ഒരു ടാരറ്റ് ക്യാമറയുടെ പ്രൈസ് 8400 രൂപ വരുന്നുണ്ട്. ഈ ബുള്ളറ്റ് ക്യാമറയാണെന്നുണ്ടെങ്കിൽ 8500 രൂപ വരുന്നുണ്ട്. നിങ്ങൾ നെക്സ സിസ്റ്റത്തിൽ നിന്നാണ് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്കൊരു 30 മുതൽ 40% വരെ ഡിസ്കൗണ്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റുകളെല്ലാം തരാൻ സാധിക്കും. കാരണം ഞങ്ങൾ പ്രാമയുടെ ഓൾ കേരള ഇൻസ്റ്റലേഷൻ പാർട്ണറാണ്. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. ഞാൻ വേറൊരു കാര്യം കൂടെ പറയാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ ഒരു കാര്യം, ഈ പ്രൈസിൻ്റെ കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞത്. അതായത് നമ്മൾ ഏത് IP ക്യാമറ വെച്ചെന്ന് പറഞ്ഞാലും ഒരു 4500 അല്ലെങ്കിൽ 5000 രൂപ കൊടുക്കാതെ നല്ലൊരു ബെസ്റ്റ് ക്വാളിറ്റി 4 മെഗാ പിക്സൽ ക്യാമറ നിങ്ങൾക്ക് വെക്കാൻ പറ്റത്തില്ല. നിങ്ങളൊരു 4 ക്യാമറ വെക്കുകയാണെങ്കിൽ IP ക്യാമറയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ പോയെന്ന് പറഞ്ഞാലും ഒരു 40-45,000 രൂപ നിങ്ങൾ കേബിളിംഗ് അടക്കം ചിലവ് വരും അല്ലേ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിൽ അതിലും കൂടിയാലേ ഉള്ളൂ. പക്ഷേ നിങ്ങൾ അത്രയും രൂപ മുടക്കുന്ന സമയത്ത് ഒരു നല്ല ക്വാളിറ്റിയുള്ള AI ക്യാമറയാണ് നിങ്ങൾ എടുക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു ഇൻസിഡൻറ്റ് നമ്മുടെ വീട്ടിൽ നടക്കുന്ന ആ ഒരു സമയം തന്നെ നമ്മുടെ ഫോണിലേക്ക് ഒരു അലേർട്ട് ഉണ്ടാവും. അതേസമയം നമ്മൾ ഈ വെച്ചിരിക്കുന്ന ക്യാമറയുടെ വിഷ്വൽസ് കാണാൻ വേണ്ടി തന്നെ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യണം. അതുമാത്രമല്ല ആ ഇൻസിഡൻറ്റ്, ആ ക്രൈം നടന്നതിന് ശേഷം അതെങ്ങനെയാണ് നടന്നത് എന്നാണ് നമ്മൾ പോയി നോക്കുന്നത്. അപ്പോൾ
റിയൽ ആയിട്ടും നമുക്ക് ആ ഒരു റിയൽ ടൈമിൽ നമ്മുടെ ഫോണിലേക്ക് ഒരു അലേർട്ട് വന്നായിരുന്നെങ്കിൽ ചിലപ്പോൾ അതേപോലെയുള്ള ഇൻസിഡൻസ് നമുക്ക് ഒഴിവാക്കാമായിരുന്നു. അപ്പം ഞാൻ ഈ പറഞ്ഞ ഈ 2 ക്യാമറകളിൻ്റെ ആണെങ്കിലും AI ഫീച്ചേഴ്സൊക്കെ ഏറെക്കുറെ പക്കയാണ്, ഒരു കുഴപ്പവും എനിക്ക് തോന്നിയില്ല. ഒരു 85% ആക്യുറസിയാണ് ഇതേപോലെയുള്ള AI ക്യാമറകൾ നമുക്ക് തരുന്നത്. പക്ഷേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് മോസ്റ്റ് വാല്യുബിൾ ആയിട്ടുള്ള എന്തെങ്കിലും അസറ്റ്സ് ആണ് സംരക്ഷിക്കാനുള്ളതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇതുപോലുള്ള AI ക്യാമറകളെ അല്ല നിങ്ങൾ ട്രസ്റ്റ് ചെയ്യേണ്ടത്, നിങ്ങൾ ഇൻട്രൂഷൻ ഡിറ്റക്ഷൻ സിസ്റ്റത്തെയാണ്. ഈ AI ക്യാമറകളിൽ എല്ലാ കാര്യങ്ങളും ഉണ്ട്. നമ്മൾ NVRൻ്റെ പുറകിൽ നോക്കുകയാണെങ്കിൽ അതിൽ അലാം ഇൻപുട്ടും അലാം ഔട്ട്പുട്ടും എല്ലാം ഉണ്ട്. പിന്നെ എന്തിനാണ് നമ്മൾ ഒരു അഡീഷണൽ ആയിട്ടുള്ള ഇൻട്രൂഷൻ ഡിറ്റക്ഷൻ സിസ്റ്റം വെക്കുന്നതെന്നാണ് ഒരാൾ ചോദിച്ചത്. എനിക്ക് അദ്ദേഹത്തോട് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സെൻസറുകളൊക്കെ ഹാർഡ്വെയർ ഡിവൈസുകളാണ്. അതേസമയം ഒരു ഇമേജ് കണ്ടിട്ട് സോഫ്റ്റ്വെയർ വഴി ആ ഇമേജിൽ എന്തൊക്കെയാണ് ഉള്ളതെന്നൊക്കെ നോക്കി, അതായത് മനുഷ്യനാണോ മൃഗമാണോ ഇനി മറ്റെന്തെങ്കിലും ജീവിയാണോ വാഹനങ്ങളാണോ എന്നൊക്കെ നോക്കി അനലൈസ് ചെയ്തിട്ടാണ് ഈ സോഫ്റ്റ്വെയർ നമുക്കൊരു ഔട്ട്പുട്ട് തരുന്നത്. അപ്പോൾ ഈ സോഫ്റ്റ്വെയറിൻ്റെ ഔട്ട്പുട്ടിനെ നമുക്ക് 100% വിശ്വസിക്കാൻ സാധിക്കില്ല. അതായത് ലൈറ്റിൻ്റെ ആ ഒരു ഇൻറ്റൻസിറ്റിക്ക് അനുസരിച്ച് ഇതിൻ്റെ ഔട്ട്പുട്ടിനകത്ത് വേരിയേഷൻ വരുന്നുണ്ട്. അതായത് നമ്മളൊരു ക്യാമറ ഡേ ടൈമിൽ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കും. ആ ഒരു സമയത്ത് നല്ല വെട്ടമുള്ളതുകൊണ്ട് വളരെ വ്യക്തതയോടു കൂടി തന്നെ നമുക്ക് ഇമേജസ് കാണാൻ പറ്റും. അതേസമയം അതേ ക്യാമറ തന്നെ ഒരു ലോ ലൈറ്റിൽ ഇരിക്കുമ്പോൾ ആ ക്യാമറയുടെ പെർഫോമൻസ്, അത് എത്ര മികച്ച ക്യാമറയാണെങ്കിലും തീർച്ചയായിട്ടും നിങ്ങൾക്ക് അറിയാൻ കുറവായിരിക്കുമെന്ന്. അപ്പോൾ ഡേ ടൈമിലും നൈറ്റ് ടൈമിലും നമുക്ക് ഈ ക്യാമറയുടെ പെർഫോമൻസ്, അതുപോലെ തന്നെ ഹാർഷായിട്ടുള്ള എൻവയോൺമെൻറ്റുകൾ, ഇപ്പോൾ ഇടി മഴ അങ്ങനെയുള്ള സാഹചര്യങ്ങളിലെല്ലാം ഈ ക്യാമറയുടെ ആ ഒരു ആക്യുറസി എന്ന് പറയുന്നതിനകത്ത് വേരിയേഷൻ ഉണ്ടാകുന്നുണ്ട്. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ് ഞാൻ ഈ പറയുന്നത്. പക്ഷേ അതേസമയം സെൻസറുകളെയാണ് നമ്മൾ വിശ്വസിക്കുന്നതെങ്കിൽ, അതായത് ഇപ്പോൾ PIR മോഷൻ സെൻസർ, നമ്മുടെ ഹ്യൂമൻ ഡിറ്റക്ഷൻ സെൻസറുകൾ, ട്രൈടെക് ഡിറ്റക്ടർ എന്ന് പറയും, അതുപോലെ ഡോർ കോണ്ടാക്ട് സെൻസറുകൾ, അതുപോലെ സ്മോക്ക് ഡിറ്റക്ടറുകൾ, ആ ഡിവൈസ് കറക്റ്റായിട്ട് ഫങ്ഷൻ ചെയ്യും. കാരണം അതൊരു ഹാർഡ്വെയർ ഡിവൈസാണ്. പക്ഷേ മറ്റേ ക്യാമറ പോലെ അതൊരു ഇമേജിനെ അല്ല പ്രോസസ്സ് ചെയ്യുന്നത്. 100% നിങ്ങൾക്ക് ആക്യുറസി വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇൻട്രൂഷൻ ഡിറ്റക്ഷൻ സിസ്റ്റം ആണ് നോക്കേണ്ടത്. അപ്പോൾ ഏത് ക്യാമറ എടുക്കണം തീരുമാനിക്കുന്നത് നല്ല എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരു ടെക്നീഷ്യൻ നിങ്ങളുടെ വീട്ടിലോട്ട് വരുമ്പോൾ മാത്രമാണ്. ഞങ്ങൾ നെക്സ സിസ്റ്റം സൈറ്റ് വിസിറ്റ് ചെയ്തതിന് ശേഷമാണ് സാധാരണ രീതിയിൽ കൊട്ടേഷൻ കൊടുക്കുന്നതും അതുപോലെ തന്നെ വർക്ക് ചെയ്യുന്നതും. ചെയ്യുന്ന വർക്കിനകത്ത് 100% ആത്മാർത്ഥതയോടുകൂടി നല്ല രീതിയിൽ റിസൾട്ട് കിട്ടണം എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. ഇതുവരെ ഒരു കസ്റ്റമർ പോലും ഒരു കംപ്ലൈൻറ്റും ഞങ്ങളെപ്പറ്റി പറഞ്ഞിട്ടില്ല. ക്വിക്ക് സപ്പോർട്ട് ഞങ്ങൾ കൊടുക്കും, അതും 72 മണിക്കൂറിനുള്ളിൽ. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കൊടുക്കുന്ന നമ്പറിലേക്ക് ഇപ്പം തന്നെ കോൺടാക്ട് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.